ഹലോ അയ്യോ ഇത് ഇവിടത്തോളോയാ? ഹലോ ഹലോ പ്രസിഡന്റ് ഇവിടെ ഇവിടെ. ആ നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നേ? എന്റെ പ്രസിഡന്റ്, നമ്മുടെ റോഡിന്റെ അവസ്ഥ കണ്ട? നിങ്ങൾ ഈ വീടിന്റെ അകത്ത് കുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടാ? നിങ്ങൾ ഈ വെള്ളം കിടക്കുന്ന വെള്ളം കണ്ടായിരുന്നോ? എനിക്ക് എന്റെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാനുള്ള സമയം കിട്ടണ്ടേ? എന്തെന്നാ? വെള്ളത്തിൽ കിടക്കണ വള്ളം വരെ എന്റെ മുറ്റത്ത് വന്നു. പിന്നെ നിങ്ങളുടെ പ്രശ്നം മാത്രം ഞാൻ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണത്? കാര്യം ശരി, നിങ്ങളൊരു ഓട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല ഞാൻ ജയിച്ചത്. നിങ്ങളല്ലേ തന്നെ ഒരു ഓട്ടല്ലേ ചെയ്തത്? എനിക്ക് ബോട്ടൊന്നും മേടിച്ചു തന്നില്ലല്ലോ. ഓരോ ഓട്ടല്ലേ കൊടുത്ത ബോട്ടാണോ മേടിച്ചു കൊടുത്തത്? ഇത് ഈ മഴ ഒന്ന് മാറിക്കോട്ടെ. ഈ ഇടിയും മിന്നലും വെട്ടുന്നത് എന്റെ തെറ്റാണോ? ചക്രവാത ചുഴി വന്നത് ഞാൻ കാരണമൊന്നുമല്ലല്ലോ. എന്റെ പെൺ ഇത് കൊണ്ടുവന്നേ. ഞാനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അപ്പൊ ബാക്കിയുള്ള കാര്യം കൂടി ചെയ്യാൻ എനിക്കറിയാം. പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയേ, എനിക്കറിയാം ചെയ്യാനായിട്ട്. ഒരു ഓട്ടും മേടിച്ചിട്ടേ നമ്മുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിച്ചിട്ടാണ് ഇവര് സംസാരിക്കണത്. എനിക്ക് എന്റെ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഞാനിത് അവിടെ പോയി പറയാനാ? നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എന്റെ അടുത്ത് പറയാം. ഞാൻ ആരോട് പറയും? ഫോൺ വെച്ചേ. പ്രതാപനെ ഞാൻ കാണണോന്ന് പറഞ്ഞതേ എന്റെ ഭർത്താവിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട്. ആണോ? ഞാനും വേറെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. കുഴപ്പമില്ല, പറഞ്ഞു. പ്രതാപനെ അറിയാലോ, ഞാൻ ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റാ. എനിക്ക് എന്റേതായ ഒരു വിലയും നിലയൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാ, അത് വിട്, കാര്യം പറ. അറിയാലോ. പിന്നെ അപ്പൊ എന്റെ ഭർത്താവ് ഈ ബീവറേജിൽ പോയി ക്യൂ നിക്കലും ബാറിന്ന് ഇറങ്ങി വന്നത് ബാറിലോട്ട് കേറി പോണെന്നൊക്കെ ആൾക്കാർ പറയുമ്പോ എനിക്ക് അതൊരു കുറച്ചില്ലല്ലേ? ഞാൻ ചോദിക്കണ, പുള്ളി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. വയലന്റ് ആവുകയോ കുടിച്ചെന്ന് മനസ്സിലാകുകയും കൂടി ഇല്ല. പിന്നെ നമ്മൾ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു വില വേണ്ടേ? വില വേണം. വില വേണമെങ്കിൽ നമ്മൾ എന്തായാലും അതിനൊരു പ്രതിവിധി കണ്ടെത്തണം. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. തുള്ളി മരുന്ന് കൊടുത്താ ഇത് നിക്കോ? തുള്ളി മരുന്ന്? അതൊന്നും ഇതിനൊന്നും പ്രായോഗികമായ ഒരു പരിഹാരമല്ല. ഞാൻ പറയണതേ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു ധ്യാനത്തിൽ കൊണ്ടുപോകുക. ബെസ്റ്റ്. പള്ളി കയറാത്ത ആളെ ഞാൻ എങ്ങനെയാ ധ്യാനത്തിന് വിളിച്ചോണ്ട് പോണേ? പള്ളിയാണല്ലോ പുള്ളി. പിന്നെ എന്നിട്ടും രക്ഷയില്ലല്ലേ? പക്ഷെ ഇതൊക്കെയാണ് ഇപ്പൊ ഒരു പ്രതിവിധി എന്നുള്ളത്. പിന്നെ വേറെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുക, ചികിത്സിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ കുടിയന്മാരെ അറിയാതെ കുടി നിർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്റെ പൊന്നു പ്രസിഡന്റ്, ആവശ്യമില്ലാത്ത പരിപാടിയും ചെയ്യല്ലേ. അതെന്താ? കുടിയന്മാരറിയാതെ കുടിയന്മാരുടെ കുടി നിർത്തി കഴിഞ്ഞാൽ അവർ അഥവാ എന്തെങ്കിലും ഈ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും പ്രശ്നം? അവർക്ക് ഭയങ്കര സംശയം, ഒരു വഴക്കിടൂല്ലേ? അവരറിയാതെയല്ലേ അവിടെ ഒരു കാര്യം ചെയ്യണത്. അത് തന്നെയല്ലേ മറ്റൊരു വഴക്കുണ്ടാക്കൂലേ? ബാറുകാര് അങ്ങനെയൊക്കെ ഉണ്ടാ? അവരുടെ ബാറിൽ ചെന്നല്ലേ ഈ കുടിക്കണത് ഇതിയാൻ. അപ്പൊ അവിടെ ഒരാൾ ചെല്ലാതെ വരുമ്പോ എന്താ കാര്യം അന്വേഷിക്കുമ്പോ അയാൾ അറിയാതെ അയാളുടെ കുടി നിർത്തി എന്ന് അറിയുമ്പോഴത്തേക്ക് ബാറുകാർ കേസുണ്ടാക്കും, ഷാപ്പുകാർ കേസുണ്ടാക്കും, മറ്റേ ബ്ലാക്ക് വിൽപ്പനക്കാർ കേസുണ്ടാക്കും. ഇതിപ്പം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചെയ്തേ പറ്റുള്ളൂ എനിക്ക്. ഞാൻ പറയണതേ, എന്റെ ഒരു പരിചയത്തിൽ ഒരാളുണ്ട്. അയാളെന്ന് പറയുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾക്കൽ ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാല് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അയാളുടെ മോട്ടിവേഷനിൽ വീഴാത്ത ഒരാളില്ല. ഞാൻ വിളിക്കാം, വിളിച്ചാൽ പ്രസിഡന്റ് അറിയിക്കാം. ബാ. എടാ, അതെ, നീ ഇപ്പൊ അത്യാവശ്യമായിട്ട് നമ്മുടെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡുമായിട്ടൊന്ന് മീറ്റ് ചെയ്യണേ. ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര വെള്ളവടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പ്രസിഡന്റ് ആണല്ലോടാ. അപ്പൊ അങ്ങ് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. പുള്ളി എപ്പോഴും ബാറിൽ തന്നെയാണ്. അവിടുന്ന് ഷാപ്പിൽ പോയി, ഷാപ്പിൽ നിന്ന് അടിച്ച്. ഇല്ല, പ്രശ്നക്കാരനല്ല. എന്നാലും അവരുടെ ഒരു നിലയം വെച്ച് നോക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നീ ഒരു കാര്യം ചെയ്യും, നീ അങ്ങനെ തൊട്ട് നേരിട്ട് കണ്ടിട്ടേ അതൊന്ന് സംസാരിച്ചൊന്ന് ഡീൽ ചെയ്യും കേട്ടോ. ഞാനത് അവർക്ക് വാക്ക് കൊടുത്തു പോയി. ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ചെല്ലണേ. ഓക്കെ, ശരി. എവിടെയുണ്ട്? പാടില്ല, ഇറങ്ങിയാ ബീവറേന്നൊരു ചെറുതും മേടിച്ചിട്ട് പാടാ. പാലത്തിനടി ഞാനുണ്ടാവും. 3 പേരില്ലേ? കടിക്കാം. വാന്ന് നല്ല സാധനം മേടിച്ചിട്ട് വാ. ശരി, എന്റെ കൈയും കാലം പറിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു സാധനം കയ്യിലുണ്ടോ? ഇല്ലില്ല. മേടിച്ചിട്ടോ? മേടിക്കണം. ഇല്ലില്ല, മേടിക്കണം. വേണ്ട, കയ്യിലുണ്ടാന്ന്. അപ്പൊ നിങ്ങ വാ, ഞാൻ പാലത്തിനടി കാണും. ഇരുട്ടരുതട്ടാ. ഓക്കെ. സാധനം കയ്യിലുണ്ടാന്ന് ഞാൻ ചോദിച്ചത്. സംഭവം ഉണ്ടോ?
കാണുമല്ലോ കയ്യിൽ കാണും അറിയാലൊന്നുമില്ലേ. കൂട്ടുകാർ സ്ഥിരമായിട്ട് അടിക്കണവരിപ്പോ പറയുന്നു ഇറങ്ങിയുള്ളൂ. അവരിപ്പോ ബീവറേജിന് സാധനം മേടിച്ചിട്ട് പാലത്തിന്. അത് തന്നെയാണ് എനിക്കും പറയാൻ പോണത്. ചേട്ടൻ സ്ഥിരം മദ്യപാനിയാണ്. ഈ നാട്ടിൽ മുഴുവൻ എല്ലാവർക്കും അറിയാം. ചേട്ടൻ സ്ഥിരം മദ്യപാനിയാണ്, കള്ളുകൂടിയനാണ്, വഴി കിടന്ന് കടിച്ച് വഴി കിടക്കും, കാണേ കിടക്കും. ഇങ്ങനെയൊക്കെ കുറെ പരാതികൾ കിട്ടിയപ്പോ ചേട്ടനൊന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നു. ഉപദേശിക്കാൻ നീ ആളൊന്നുമല്ല, എന്നെ ഉപദേശിക്കാൻ വേണ്ട. ചേട്ടാ ശരിക്കും പറഞ്ഞ വൈഫ് ഉപയോഗിച്ചിട്ട് ഞാൻ നാട്ടില് പിന്നെയാണ് നീ അതുകൊണ്ടിട്ടാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ചേട്ടാ മദ്യം കഴിക്കരുത്. മദ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ കൈകൊണ്ട് തൊടരുത്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികാവങ്ങൾ മുഴുവൻ ദ്രവിച്ചങ്ങോട്ട് പോകും. ദ്രവിക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവസാനം ഒരു കിടപ്പ് രോഗിയായി മാറും. എന്റെ കാര്യം നീ അന്വേഷിക്കണത്, നീ നിന്റെ കാര്യം അന്വേഷിക്കും. അതുകൊണ്ടാണ് പറയണത് മദ്യം കഴിക്കരുത്. മദ്യം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കൈകൊണ്ട് തൊടാൻ പാടില്ല. എടാ, കള്ളിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള തെങ്ങും കള്ള് പൂക്കുല സ്വത്ത് പോഷകമൂല്യ സമ്പത്തും ധന്യന്ദ്രയുടെ ചികിത്സാ വിധിയിൽ ധന്യതയാർന്ന ഒരു ഔഷധം. അത് ആർക്കും മനസ്സിലാകും. അത് പറ. സ്വദേശിയാണ്. അല്ല, ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെയല്ല, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാ, ചേട്ടനെ ഒന്ന് ഇഷ്ടപ്പെടാ. ശരിക്കും പറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാണ്ടല്ല വിഷമാണ്. ആയിക്കോട്ടെ, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കഴിക്കരുത്. നീ കഴിക്കണ്ട എന്ന് ഞാൻ പറയൂല. ചേട്ടൻ എന്ത് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ചേട്ടനെ ബാറിലും കള്ള് ഷാപ്പിലും ബിവറേജിലൊക്കെ ക്യൂ നിന്ന് വെറുതെ നാണക്കേടല്ലേ. ഒന്നാമത് അവരാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണ്, അവർക്കല്ലേ നാണക്കേട്. ചേട്ടൻ ഇങ്ങനെ വഴിയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒറ്റ ഹായ് വിട്ടാൽ മതി, സാധനം ഇവിടെ എത്തിച്ചേരും. വെറുതെ അവിടെ ഇവിടെ കറങ്ങി നടക്കണ്ടല്ല. വെറുതെ എന്തിനാണ് സമയം കളയണത്? വീട്ടിൽ ഇരുന്ന് അടിച്ചൂടെ? 1-ാം തീയതി ഒരു 100 രൂപ കൂടുതൽ വരും. സാധനം എത്തിച്ചേരാ, എല്ലാ സാധനവും എത്തിച്ചേരും. നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. വെളിപ്പുറത്ത് എത്തിയാൽ നമ്പർ. ഞാൻ ചേട്ടനെ അന്വേഷിച്ച് നടക്കണായിരുന്നു. ഇങ്ങനത്തെ ആളെ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നടക്കണായിരുന്നു. നമ്പർ എഴുതിയെടുത്തു. സമാധാനമായി ഇപ്പോഴാ ഞാൻ ഉപദേശിക്കാൻ വന്നാണ്. പേടിച്ചല്ലേ? 9947723339. ഇതിൽ വിളിച്ചാൽ നമുക്ക് സാധനം കിട്ടും. സാധനം കിട്ടി എത്തിച്ചിരിക്കൂടാ. ചേട്ടന് മറ്റേ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞാണ്. വിളി എപ്പോഴും പ്രതീക്ഷിക്കുക. എന്റെ മാത്രമല്ല, കുറച്ച് കൂട്ടുകാരുടെ ഉണ്ട്. അവൻ വിളിച്ചു പറഞ്ഞ്. അതുകൊണ്ട് ചേട്ടനൊന്ന് ഉപദേശിക്കാൻ സൈലന്റ് ആയിട്ട് കൊണ്ടുവരിക. സൈലന്റ് ആയിട്ട് അടിച്ചിട്ട് വയലന്റ് ആകാതെ സൈലന്റ് ആയിട്ട് വരെ ഞാൻ കിടന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കേറും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്നുള്ളത്. അന്ന് പ്രതാപൻ ആ കൂട്ടുകാരനെ കൊണ്ടുവന്നില്ലേ, 1/2 മണിക്കൂർ അയാള് കൃത്യമായിട്ട് ഉപദേശിച്ചു. ആണല്ലേ? ഞാൻ പറഞ്ഞില്ലേ പുള്ളി നല്ലൊരു മോട്ടിവേഷൻ ടീമാണ്. എനിക്ക് തോന്നണേ പുള്ളി എന്തോ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ആള്. ആണല്ലേ? മുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ബാറിലും ഷാപ്പിലൊന്നും പോകൂല. ബാറിലും പോണില്ല, ഷാപ്പിലും പോണില്ല, ബീവറേജിലും പോണില്ല. ഇവിടെ തന്നെ ഉണ്ട് ആള്. ആണല്ലേ? പിന്നെ ക്ലീൻ ആണ് പുള്ളി. എന്തായാലും പ്രസിഡന്റിന് പുറത്തിറങ്ങി നടക്കാല്ലോ. അതൊരു അഭിമാനം ഉണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല നാട്ടുകാരുടെ മുമ്പിൽ. അല്ല, പുള്ളിക്കാരി അവിടെ ഇരിക്കണ്ട്. അതെ, ഞാൻ നോക്കി കണ്ടിട്ട് വരട്ടെ. ഈശ്വരനൊരിക്കൽ മറന്നുപോയി രാജകൊട്ടാരത്തിൽ. പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്, വെള്ളമടിയൊക്കെ നിർത്തിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ്. വിട പറഞ്ഞു. നന്നായി. ഏതായാലും കാരണം അടിയൊക്കെ നിർത്തി, പൂർണ്ണമായിട്ട് നിർത്തി. പുറത്തു പോക്കുമില്ല. ഞാൻ അറിഞ്ഞു, എന്നോട് പറഞ്ഞു. ബാറിന്റെ വാതിക്കലും ഷാപ്പിന്റെ വാതിക്കലും എങ്ങും പോകാറില്ലെന്ന്. നമ്മളായിട്ട് കുടുംബത്തിൽ ഈത്തപ്പേര് ഉണ്ടാക്കുമെന്ന് കരുതി അതിനൊരു ഈത്തപ്പേര് നമ്മളായിട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതി ബാറിലും പോണില്ല, ബിവറേജിലും പോണില്ല, കള്ളു ഷാപ്പിലും പോണില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്കും പോണില്ല. അത് നന്നായിരുന്നു. ഒരു കണക്കിന് നോക്കിയ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടല്ലേ? അപ്പൊ നിങ്ങൾ കാരണം വില കളയുന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാനുള്ളൂ. എന്റെ കൂട്ടുകാരെ കൊണ്ട് എങ്ങനെയാണ് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ? എന്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഓക്കെ. മരുന്നൊക്കെ തന്നു പറഞ്ഞു. മരുന്ന് ഇഷ്ടം പോലെ വന്നു. ഞാൻ ഒരു കാര്യം സ്നേഹം കൊണ്ട് പറയുന്നു, കൃത്യമായിട്ട് മരുന്ന് കഴിച്ചോളാം കേട്ടല്ലോ. എടാ, മരുന്ന് ഇവിടെ ഉണ്ട്, ഞാൻ കഴിക്കാറുണ്ട്. ഇന്നൊട്ട് കഴിച്ചിട്ടുമില്ല. അതെന്താണ്? മരുന്ന് കഴിക്കാൻ ഒരു തണുത്ത സോഡ വേണം.